എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വികാനന്ദൻ തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം എന്ന് പറയുന്നത് കണ്ഠകർണനെ കുറിച്ചാണ്. കണ്ഠകർണൻ എന്ന് പറയുമ്പോൾ പലവരും കേട്ട് കാണും, പലവർക്കും കണ്ഠകർണനെ കുറിച്ച് അറിയാം. എന്നാൽ അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. ഇന്നത്തെ വിഷയം കണ്ഠകർണനെ കുറിച്ചാണ്. ദാരികവധത്തിനു വേണ്ടി ഭദ്രകാളി മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്നും പിറന്നു. അങ്ങനെ അനവധി ദിവസങ്ങളെടുത്ത് ഭദ്രകാളി ദാരികനെ വധിച്ചു. ദാരികൻ്റെ ശിരസ് അറുത്തെടുത്തു. ദാരികൻ്റെ പത്നി മനോദരി ഇതെല്ലാം അറിഞ്ഞു. അവളാകെ വിഷമത്തിലായി. ദേഷ്യം കോപം പിടിച്ചടക്കാൻ കഴിയാതെയായി. ശിവഭക്തിയായ അവൾ ഭഗവാന്റെ അടുത്ത് കൈലാസത്തിലേക്ക് ചെന്നു. തൻ്റെ ഭർത്താവിനെ ഒരു സ്ത്രീ വധിച്ചു, അവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം, എന്നെ അവൾ വിധവയാക്കി, ഒറ്റപ്പെടുത്തി, ഇനി എനിക്ക് ആരുമില്ല, ഞാൻ എങ്ങനെ ജീവിക്കും എന്നെല്ലാം ദുഃഖങ്ങളും മഹാദേവനോട് ഉണർത്തി. മഹാദേവൻ ഒന്നും നോക്കിയില്ല. മഹാദേവൻ്റെ ശരീരത്തിലെ വിയർപ്പുകൾ തുടച്ചെടുത്ത് മനോദരിയുടെ കൈക്കുമ്പിളിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ശത്രു ആരാണോ അവരുടെ നേർക്ക് ഇത് പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിയർപ്പ് തുള്ളികളുമായി മനോദരി കൈലാസം വിട്ടിറങ്ങി. അപ്പോഴാണ് ദാരികൻ്റെ ശിരസ് മറുത്ത് വിജയ ലളിതശ്രീയായി ഭദ്രകാളിയും ഭൂതഗണങ്ങളും വരുന്നത് മനോദരി കണ്ടത്. ആ ക്ഷണം മനോദരി വിഷമിച്ചുപോയി. തൻ്റെ ഭർത്താവിൻ്റെ ശിരസ് ഈ സ്ത്രീയുടെ കയ്യിലിരിക്കുന്നു. അത് കണ്ട് ദേശകുലിയായ മനോദരി മഹാദേവൻ കൊടുത്ത വിയർപ്പ് തുള്ളികൾ ആ ഭദ്രകാളിയുടെ ദേഹത്തേക്ക് വെതറിക്കൊടുത്തു. ആ ക്ഷണം ഭദ്രകാളിക്ക് ശരീരമസകലം വസൂരി പൊന്തിയ ഭദ്രകാളി ക്ഷീണതയായി നിലം പതിച്ചു. ഇത് കണ്ട് മഹാദേവൻ കോപിഷ്ഠനായി ചാടി എഴുന്നേറ്റു. അപ്പോൾ മഹാദേവൻ്റെ ചെവിയിൽ നിന്നും കർണത്തിൽ നിന്നും ഒരു യുവാവ് പുറത്തേക്ക് വന്നു. ആ യുവാവിനെ നോക്കി മഹാദേവൻ വിളിച്ചു, കണ്ഠകർണൻ എന്ന്. മകനെ കണ്ഠകർണ, നിന്റെ സഹോദരി ദീനപ്പെട്ട് കിടക്കുകയാണ്. ആ ദീനം മാറ്റി നീ അവളെ ആനയിച്ചിങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് കണ്ഠകർണനോട് മഹാദേവൻ ഉണർത്തി. ആ ക്ഷണം കണ്ഠകർണൻ ഭദ്രകാളി ക്ഷീണപ്പെട്ട് കിടക്കുന്നിടത്ത് എത്തുകയും ഭദ്രകാളിയുടെ ശരീരമസലമുള്ള വസൂരികൾ നാക്കുകൊണ്ട് തുടച്ച് നീക്കുകയും അവസാനം മുഖത്തോട് മുഖം ചേർത്തി മുഖത്തെ വസൂരി നക്കിയെടുക്കാൻ നോക്കിയപ്പോൾ ഭദ്രകാളി തടഞ്ഞു. അരുത്, നീ എൻ്റെ സഹോദരനാണ്, സഹോദരന്മാർ മുഖത്തോട് മുഖം ചേർക്കരുത് എന്ന് പറഞ്ഞു. അത് എനിക്കൊരു അലങ്കാരമായിരിക്കട്ടെ എന്നും ഭദ്രകാളി പറഞ്ഞു. അതാണ് കണ്ഠകർണൻ്റെ അവതാരം. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എൻ്റെ വീഡിയോകളൊക്കെ ചെറിയ വീഡിയോകളാണ്. അങ്ങനെ അടി തൊട്ട് മോള് വരെ പരിശോധിച്ച് പറയാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ലളിതമായി ചുരുക്കി പറയുക, അതേ ലക്ഷ്യമുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.